ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതുമാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒരാളും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നീ ടൗണിൽ എത്തിയോ? ഒരാൾ ചോദിക്കുകയാണ്, നീ ടൗണിൽ എത്തിയോ? അതായത് നീ ടൗണിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹാവ് യു റീച്ച്ഡ് ദ ടൗൺ? ഹാവ് യു റീച്ച്ഡ് ദ ടൗൺ? നമ്മൾ ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ ഹാവ് യു യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഡ് യു റീച്ച് ദ ടൗൺ എന്നും പറയാം കേട്ടോ. ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഐ ഹാവ് റീച്ച്ഡ് ദ ടൗൺ. ഐ ഹാവ് റീച്ച്ഡ് ദ ടൗൺ. ഇനി നമ്മളിപ്പം കുറച്ച് സമയമൊക്കെ ആയിട്ട് ടൗണിലെത്തി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ടൗണിലെത്തി എന്ന് പറയുകയാണെങ്കിൽ വി റീച്ച്ഡ് ദ ടൗൺ. വി റീച്ച്ഡ് ദ ടൗൺ. അവിടെ നമുക്ക് ഹാവ് ആസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് ടൈം എടുത്തിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഓൺ ദ സ്പോട്ടിലാണെങ്കിൽ ഐ ഹാവ്, ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് റീച്ച്ഡ് ദ ടൗൺ. ഇനി ഞങ്ങൾ ടൗണിൽ എത്തി കുറച്ച് സമയമൊക്കെ ആയിട്ടാണ് പറയുന്നതെങ്കിൽ വി റീച്ച്ഡ് ദ ടൗൺ. ഓക്കെ, ഞങ്ങൾ ടൗണിലെത്തി. നീ ടൗണിൽ നിൽക്കുമോ? നീ ടൗണിൽ നിൽക്കുമോ? വിൽ യു സ്റ്റേ ഇൻ ദ ടൗൺ? വിൽ യു സ്റ്റേ ഇൻ ദ ടൗൺ? നീ ടൗണിൽ നിൽക്കുമോ? ഞാൻ ടൗണിൽ എത്താറായിട്ടുണ്ട് അല്ലെ, ആ ഒരു നിമിഷമാണല്ലോ പറയുന്നത്. ഞാൻ ടൗണിൽ എത്താറായിട്ടുണ്ട്. ഐ ആം അബൌട്ട് ടു റീച്ച് ദ ടൗൺ. ഐ ആം അബൌട്ട് ടു റീച്ച് ദ ടൗൺ. ഞാൻ ടൗണിൽ എത്താറായിട്ടുണ്ട്. നീ ടൗണിൽ എത്തിയിട്ട് വിളിക്കൂ. നീ ടൗണിൽ എത്തിയിട്ട് വിളിക്കൂ. ഇവിടുത്തെ ടൗൺ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഏത് എയർപോർട്ട്, ബീച്ച്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ടൗൺ എന്നാണ് എടുത്തിട്ടുള്ളത്. നീ ടൗണിൽ എത്തിയിട്ട് വിളിക്കൂ എന്നെങ്ങനെ പറയാ? കോൾ മീ ആഫ്റ്റർ യു റീച്ച് ദ ടൗൺ. കോൾ മീ ആഫ്റ്റർ യു റീച്ച് ദ ടൗൺ. ഓക്കെ, നിങ്ങൾ എപ്പോഴാ ടൗണിൽ എത്തുക? നിങ്ങൾ എപ്പോഴാ ടൗണിൽ എത്തുക? വെൻ വിൽ യു റീച്ച് ദ ടൗൺ? അല്ലെ, എത്തുക വരാനുള്ള കാര്യമാണല്ലോ. വെൻ വിൽ യു റീച്ച് ദ ടൗൺ? നിങ്ങൾ എപ്പോഴാ ടൗണിൽ എത്തുക? ഓക്കെ, ഞങ്ങൾ ടൗണിൽ എത്താറായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലോ, നേരത്തെ ഞാൻ ടൗണിൽ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു, ഐ ആം അബൌട്ട് ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. വി ആർ അബൌട്ട് ടു റീച്ച് ദ ടൗൺ എന്ന് പറയാട്ടെ. അപ്പൊ സബ്ജക്റ്റ് മാറുമ്പോൾ നമ്മൾ ഓക്സിലറി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അവർ ടൗണിൽ ഉണ്ടാകും. അവർ ടൗണിൽ ഉണ്ടാകും. ഉണ്ടാകും വിൽ ബി. ആരാണ്? അവരാണ്. ദേ വിൽ ബി ഇൻ ദ ടൗൺ. ദേ വിൽ ബി ഇൻ ദ ടൗൺ. അവർ ടൗണിൽ ഉണ്ടാകും. ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ടു ദ ടൗൺ. വി ആർ ഗോയിങ് ടു ദ ടൗൺ. ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലാ സെന്റൻസുകളും നമ്മൾ പഠിച്ച എല്ലാ റോളുകളും ആണ് അല്ലെ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാമല്ലോ. അവൾ ടൗണിൽ എന്നെ കാത്തു നിൽക്കും. അവൾ ടൗണിൽ എന്നെ കാത്തു നിൽക്കും. അവൾ കാത്തു നിൽക്കും. ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ ഇൻ ദ ടൗൺ. ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ ഇൻ ദ ടൗൺ. അവൾ ടൗണിൽ എന്നെ കാത്തു നിൽക്കും. ഓക്കെ, ഇത് ടൗണിലേക്കുള്ള ബസ്സാണോ? ഇത് ടൗണിലേക്കുള്ള ബസ്സാണോ? Is this a bus to the town? Is this a bus to the town? ഇത് ടൗണിലേക്കുള്ള ബസ്സാണോ? ഓക്കെ, അതുപോലെ തന്നെ ഇത് കോഴിക്കോട്ടേക്കുള്ള ബസ്സാണോ? ഇത് മലപ്പുറത്തേക്കുള്ള ബസ്സാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പഠിക്കുക, അതിനെ മാറ്റി തിരുത്തി നമ്മൾ സെന്റൻസ് വേറെ ലെവലിലാക്കി കൊണ്ടുവരിക. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബസ് ടൗണിലേക്കുള്ളതാണ് എന്ന് ആൻസർ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ബസ് ടൗണിലേക്കുള്ളതാണ്. ദാറ്റ് ബസ് ഈസ് to the town. That bus, ആ ബസ് is ആണ് to the town. ടൗണിലേക്കുള്ളതാണ്. That bus is to the town. Okay, ആ ബസ്സിൽ കയറിയാൽ ടൗണിലെത്തും. ആ ബസ്സിൽ കയറിയാൽ ടൗണിലെത്തും. If you get on that bus, ആ ബസ്സിൽ കയറിയാൽ you will reach the town. If you get on that bus, you will reach the town. ആ ബസ്സിൽ കയറിയാൽ ടൗണിലെത്തും. Okay, ഞാൻ ഇന്നലെ ടൗണിൽ പോയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ടൗണിൽ പോയി എന്നെല്ലാം പറയാറുണ്ടല്ലോ. ഐ വെന്റ് ടു ദ ടൗൺ യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദ ടൗൺ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ടൗണിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ടൗണിൽ പോയിരുന്നു. ഇപ്പൊ ഒരാള് പറയണ നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ താമസം ടൗണിലാണ്, നിങ്ങൾ ടൗണിൽ എവിടെയാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. നിങ്ങൾ ടൗണിൽ എവിടെയാണ്? വേർ ആർ യു ഇൻ ദ ടൗൺ? വേർ ആർ യു ഇൻ ദ ടൗൺ? നിങ്ങൾ ടൗണിൽ എവിടെയാണ്? എന്റെ വീട് ടൗണിനടുത്താണ്. എന്റെ വീട് ഹോസ്പിറ്റലിനടുത്താണ്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം എന്റെ വീട് ടൗണിനടുത്താണ്. മൈ ഹൗസ് ഈസ് നിയർ ദ ടൗൺ. മൈ ഹൗസ് ഈസ് നിയർ ദ
ടൗൺ. എൻ്റെ വീട് ടൗണിനടുത്താണ്. ഞാൻ ടൗണിലെത്തി, നീ എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഞാൻ ടൗണിലെത്തി, നീ എവിടെയാണ്? അപ്പൊ ഞാൻ ടൗണിലെത്തി. ഐ റീച്ച് ദ ടൗൺ, വേർ ആർ യു? അല്ലെ, ഞാൻ ടൗണിലെത്തി, നീ എവിടെയാണ്? ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോ ഐ റീച്ച് ദ ടൗൺ, വേർ ആർ യു? ഓക്കെ. ടൗണിൽ വലിയ തിരക്കാണ് അല്ലേ, ടൗണിൽ ഭയങ്കര തിരക്കാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ദ ടൗൺ ഈസ് വെരി ക്രൗഡഡ്. ദ ടൗൺ ഈസ് വെരി ക്രൗഡഡ്. ടൗണിൽ ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ വലിയ തിരക്കാണ്. ഓക്കെ. ടൗണിൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ടൗണിൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് to get parking in the town. It is difficult to get parking in the town. ടൗണിൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. Okay. ഞാൻ ടൗണിൽ കുറച്ച് സമയം കാത്തു നിൽക്കാം. നീ ടൗണിൽ കാത്തു നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ പറയാം അല്ലെ. ഞാൻ ടൗണിൽ കുറച്ച് സമയം കാത്തു നിൽക്കാം. എങ്ങനെ പറയാ? ഐ ക്യാൻ വെയിറ്റ് ഇൻ ദ ടൗൺ ഫോർ സം ടൈം. ഐ ക്യാൻ വെയിറ്റ് ഇൻ ദ ടൗൺ ഫോർ സം ടൈം. ഞാൻ ടൗണിൽ കുറച്ച് സമയം കാത്തു നിൽക്കാം. ഓക്കെ. ഇനി അവൻ ടൗണിൽ വന്നു. അവൻ ടൗണിൽ വന്നു. ഹി കെയിം ടു ടൗൺ. ഹി കെയിം ടു ടൗൺ. അവൻ ടൗണിൽ വന്നു. അപ്പൊ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. ടൗണിലെത്താൻ എത്ര സമയമെടുക്കും? ടൗണിലെത്താൻ എത്ര സമയമെടുക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ എത്തരത്തിലുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്താൽ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.